എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി വീക്ക്ലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ് സരസ്വതി. അപ്പോൾ നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുന്നത് ശനിയാഴ്ച രാവിലെ ആയിരുന്നു. ചില തിരക്കുകൾ കാരണം അത് സാധിച്ചില്ല, അത് ക്ഷമിക്കുക. അപ്പോൾ തിരക്കുകളുണ്ടെങ്കിലും നമ്മളിന്ന് ഞായറാഴ്ച തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ഇന്ത്യ ന്യൂസിലൻഡ് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൻ്റെ ഫൈനലാണ്. ദുബായിൽ നടക്കുന്ന ഫൈനൽ കാണാൻ എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകിട്ടൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാരും കാണില്ല. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ഇടാൻ എന്ന് വെച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ മാർക്കറ്റിൻ്റെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ, മാർക്കറ്റ് നമുക്ക് തുടർച്ചയായിട്ടുള്ള താഴേക്കുള്ള ഒരു യാത്രയിലായിരുന്നു നമ്മുടെ മാർക്കറ്റ് അല്ലേ. അപ്പം നമ്മളുടെ പോർട്ട്ഫോളിയോ എല്ലാം അല്പം റെഡിലായിരുന്നു. അല്പമല്ല, കുഴപ്പമില്ലാത്ത റെഡിലേക്ക് പോയിട്ടുണ്ട് എന്നതാണ് സത്യം. എങ്കിലും എല്ലാവർക്കും ഒരു റിലീഫ് റാലി എന്ന രീതിയിൽ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ഒരു ചെറിയ റാലി നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ചാർട്ട് കാണുമ്പോൾ കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോയിൽ എന്താണ് സംസാരിച്ചത്? നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിരുന്നത് മാർക്കറ്റിൽ നല്ലൊരു ബെയറിഷ് രീതിയിലേക്ക് വന്ന മാർക്കറ്റ് ഒരു റീട്രേസിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് സംസാരിച്ചിരുന്നു അല്ലേ. നമ്മൾ ഓരോ ആഴ്ചയിലും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ, വരുന്ന ആഴ്ചയിലെ മാർക്കറ്റ് കണ്ടീഷൻ, ഇവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിരുന്നത് മാർക്കറ്റിൽ നല്ലൊരു റീട്രേഷനുള്ള സാധ്യത കൂടുതലാണ്, എവിടം വരെ വരാം, ഇതെല്ലാം നമ്മൾ വ്യക്തമായി സംസാരിച്ചതാണ്. അപ്പോൾ മാർക്കറ്റ് അതേ രീതിയിൽ തന്നെ ഒരു റീട്രേസ് നൽകുകയും ചെയ്തിരിക്കുന്നു. ആ റീട്രേസിലേക്ക് വന്നിരിക്കുകയാണ്. ശരിയായിട്ടുള്ള റെസിസ്റ്റൻസും സപ്പോർട്ടും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും ഈ ആഴ്ച നമുക്ക് വിലയിരുത്താം. അതിനു മുന്നേ ചില ന്യൂസ് സംബന്ധമായ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടെ NSE ചില മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിലുള്ള ആ ഒരു ട്രേഡിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്നത് ഒരു ചേഞ്ചസ് അവർ വരുത്തുന്നുണ്ട്. നിലവിൽ അത് വ്യാഴാഴ്ചയാണല്ലേ. അപ്പോൾ വ്യാഴാഴ്ച എന്നത് അവർ തിങ്കളാഴ്ചത്തേക്ക് മാറ്റാനുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് അറിയുന്നത്. അതായത് ഏപ്രിൽ 4 ശേഷം വരുന്ന എക്സ്പയറികളെല്ലാം തിങ്കളാഴ്ചയാവും എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. നമ്മൾ BSEയുമായിട്ട് സംബന്ധിച്ചാണെങ്കിൽ BSEയുടേത് ചൊവ്വാഴ്ചയാണ് എക്സ്പയറി അല്ലേ. അപ്പം നിഫ്റ്റിയുടെ എക്സ്പയറി അല്ലെങ്കിൽ NSEയുടെ എക്സ്പയറി എല്ലാം തിങ്കളാഴ്ച വരികയും അതിനുശേഷം BSEയുടെ എക്സ്പയറി ചൊവ്വാഴ്ച എന്ന രീതിയിലാണ് ഇപ്പം നിലവിൽ കിടക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ മാറ്റങ്ങൾ വരുത്തുകയാണ്. പല കളികൾ കളിക്കുന്നുണ്ട് ഇവർ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റങ്ങൾ വരുത്തുകയാണ്. ശരിക്കും എന്താണ് അവരുടെ ഉദ്ദേശമൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം അവർ എക്സ്പയറി ഇങ്ങനെ ഓടിച്ചോടിച്ച് കൊണ്ട് നടക്കുകയാണ്, എവിടെയെങ്കിലും ഒന്ന് ഇരുത്തുന്നില്ല എന്നതാണ് സത്യം. മാറി മാറി ഇങ്ങനെ ഇരിക്കുകയാണ്. എനിവേ, നമ്മൾ ആ കാര്യത്തിലൊന്നും അധികം ശ്രദ്ധ കൊടുക്കേണ്ട, നമുക്ക് തലവേദനകളൊന്നുമില്ല. അവർ എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റിക്കോട്ടെ. നമ്മൾ ട്രേഡ് ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാനാണ്. എങ്ങനെയാണ് സേഫായിട്ട് പൈസ ഉണ്ടാക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് നമ്മുടെ ഓപ്ഷൻ കോഴ്സിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ വരുന്ന പുതിയ നിയമങ്ങളൊന്നും നമുക്ക് അധികം തലവേദനയായിട്ട് വരുന്നതായിട്ട് കാണുകയും ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു ന്യൂസ് ഷോർട്ട് സെല്ലിങ്ങിനെ സംബന്ധിച്ചായിരുന്നു. ഒരു വർഷം മുന്നേ ഷോർട്ട് സെല്ലിങ്ങിനെ സംബന്ധിച്ചൊരു ന്യൂസ് വന്നിയായിരുന്നു. എന്തായിരുന്നു അത്? നമുക്ക് സ്വാഭാവികമായിട്ടും സ്റ്റോക്കുകളിലൊക്കെ ഷോർട്ട് സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അല്ലേ. പക്ഷേ അതിനുശേഷം അവരൊരു നിയമം കൊണ്ടുവന്നിരുന്നു. ഒരു സ്റ്റോക്കിൻ്റെ ഓപ്ഷൻ ഷോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തത്തുല്യമായിട്ടുള്ള ഷെയറുകൾ നിങ്ങളുടെ കയ്യിൽ വേണം എന്ന രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. അതായത് അത്രയും ഷെയർ നിങ്ങൾ കൈവശമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് ഷോർട്ട് സെല്ല് ചെയ്യാൻ പറ്റൂ എന്ന രീതിയിലുള്ള നിയമങ്ങൾ വന്നിരുന്നു അല്ലേ. ശരിക്കും ഇത് ഇത്ര മണ്ടത്തരകരമായ ഒരു നിയമമാണെന്നൊന്ന് പലരും ചിന്തിച്ചു. പക്ഷേ അത് അവർ മാറ്റം വരുത്തുകയാണിപ്പോൾ എന്ന് കാണുവാൻ സാധിക്കുന്നു. ശരിക്കും നേരത്തെയുള്ള അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല സ്റ്റോക്കുകൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി വെച്ചായിരിക്കും എല്ലാവരുടെയും കയ്യിലുള്ളത് അല്ലേ. മാർക്കറ്റ് ഇതുപോലെ ക്രാഷ് ആവുന്ന സമയത്ത് കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ അതിനെ ഷോർട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ആ ഒരു വലിയ ക്രാഷിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ആ നിയമം കാരണം പല നൂലാമാലകളും വന്ന് വീഴുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റം വരുത്തി കൂടുതൽ സ്റ്റോക്കുകളും ഇനി ഷോർട്ട് ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാക്കുമെന്നാണ് പുതിയ നിയമങ്ങൾ വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും അതിൻ്റെ ആ ഒരു മാർക്കറ്റിൻ്റെ ആ ഒരു സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ അത് സംബന്ധിച്ച് നമുക്ക് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നമുക്കറിയാം സെബിയുടെ ഒരുപാട് പുതിയ നിയമങ്ങൾ കാരണം മാർക്കറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അല്ലേ. ഒരു ദിവസമൊക്കെ 200 പോയിൻറ്റിൻ്റെയൊക്കെ ക്യാൻഡിൽ നമ്മൾ ഒരു നിമിഷം കൊണ്ട് കാണുന്നതായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ നിന്നിരിക്കുന്നു. പക്ഷേ മാർക്കറ്റ് ഒരു ദിവസം തന്നെ ഇപ്പോഴും 300-400 ട്രാവൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്, സാവധാനത്തിലെങ്കിലും. അപ്പോൾ എങ്ങനെയാവും മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവം എവിടെ പോയി അവസാനിക്കുമെന്ന് നമുക്ക് കുറച്ച് നാളിന് ശേഷം നമുക്കറിയാൻ സാധിക്കും. ഈ നിയമങ്ങളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആയിരക്കണക്കിന് നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതായത് മുൻകാലഘട്ടത്തിലായാലും ഇപ്പോഴായാലും. പക്ഷേ മാർക്കറ്റ് എപ്പോഴും ഇവിടെ തന്നെയുണ്ട്. മാർക്കറ്റിൻ്റെ സ്വഭാവം ചെറിയ രീതിയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ട്രേഡേഴ്സ് അപ്ഡേറ്റഡ് ആയിരിക്കണം. അതിനനുസരിച്ച് നമ്മൾ ട്രേഡിങ്ങിൻ്റെ ഒരു സ്റ്റൈലും മാറ്റിയിരിക്കണം എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയുള്ളവർക്ക് ഇവിടെ തീർച്ചയായിട്ടും പിടിച്ചു നിൽക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് തൽക്കാലം വിട്ടുകൊണ്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാം. മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിലൊരു കറക്ഷൻ നടത്തിയിരുന്നു താഴേക്ക് അല്ലേ. അതിനുശേഷം നല്ലൊരു റീട്രേസിലേക്ക് പോകുന്ന ഒരു സൂചനയും നൽകിയിരിക്കുന്നു. സൂചനയല്ല, ഒരു ചെറിയ റീട്രേസിലേക്ക് വരികയും ചെയ്തു അല്ലേ.
അപ്പോൾ നമുക്കിനി മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നമ്മളുടെ പ്രധാനപ്പെട്ട ചില ചാനലുകൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. നമ്മൾ ഇവിടേക്ക് വന്ന ശേഷം ഒരു ഷോർട്ട് ടൈം എന്ന രീതിയിലുള്ള ഒരു ചാനലാണ് നമ്മൾ ആദ്യം ഇവിടെ എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നോക്കൂ, ഈ ഒരു റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെയും നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിരുന്നതാണ്, ഇതിന് താഴേക്ക് വന്ന ശേഷം മാർക്കറ്റ് റീട്രേസ് എടുത്തു കഴിഞ്ഞാൽ ഏത് റേഞ്ചിലേക്ക് വരുമെന്നല്ലേ. എനിവേ അത് വിട്ടേക്കാം. നമുക്ക് ഇനിയുള്ള കാര്യം ചിന്തിക്കുകയാണ് എങ്കിൽ, മാർക്കറ്റ് ഇനി റീട്രേസ് എടുക്കുകയാണ് എങ്കിൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കാര്യം പറഞ്ഞിരുന്നു നിങ്ങളോട്, 22,500 എന്ന റേഞ്ച് പറഞ്ഞിരുന്നു അല്ലേ. അതായത് നമ്മൾ 22,800 എന്നൊരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ഇവിടെ ഉണ്ടായിരുന്നു. നിരവധി തവണ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണുവാൻ സാധിക്കും, നിരവധി തവണ സപ്പോർട്ട് എടുത്ത് നമ്മളെ സഹായിച്ച 22,800 ആയിരുന്നു അല്ലേ. 22,800 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫോളിലേക്ക് മാർക്കറ്റ് വരാമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നല്ലൊരു ഫോളിലേക്ക് വന്നു. അതിനുശേഷം നമ്മളെ 22,000 നല്ലൊരു സപ്പോർട്ടായിട്ട് സഹായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 22,000-ൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് വരുന്ന മാർക്കറ്റ് തീർച്ചയായിട്ടും എവിടെയാണ് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കാൻ സാധ്യത? തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു വലിയ സപ്പോർട്ട് വരും കാലഘട്ടത്തിൽ, പിന്നീടുള്ള കാലഘട്ടത്തിൽ അതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറുമെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ 22,800 എന്നൊരു നല്ല റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് കാര്യം ഓർക്കുക. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, 22,800 ബ്രേക്ക് ചെയ്തപ്പോൾ പൊതുവെ ആളുകൾ കരുതുന്നത് 22,500 സപ്പോർട്ടെന്നായിരുന്നു നേരത്തെ കരുതിയിരുന്നത് അല്ലേ. അപ്പോൾ ഈ 22,500 സപ്പോർട്ടൊന്നും വലിയൊരു സംഭവമല്ല. നമ്മളുടെ വീഡിയോയിൽ നേരത്തെ നമ്മൾ സംസാരിച്ചു എന്താണ്, ഈ ഒരു റേഞ്ച് നല്ല രീതിയിൽ 22,800 നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് കുറേ നാൾ നിന്ന ശേഷം താഴേക്ക് വരുമ്പോൾ തൊട്ട് താഴെയുള്ള 500 എന്നൊരു വലിയ സപ്പോർട്ടായിട്ട് നമുക്ക് കരുതണ്ടെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ 23,000 സപ്പോർട്ട് ആയിട്ട് എടുക്കേണ്ടതെന്ന് നമ്മൾ സംസാരിച്ചു. അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോയ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും, ഈ 22,500 ഒരിക്കലും ഒരു വലിയ റെസിസ്റ്റൻസ് ആയിട്ട് നിന്നില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നോക്കൂ, ആ ഫസ്റ്റ് ഡേ തന്നെ മാർക്കറ്റ് അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി ക്ലോസ് ചെയ്യുന്നു. അതായത് 22,500 മുകളിൽ അല്ലെങ്കിൽ 22,550 മുകളിൽ പോയി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് എന്നത് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് 22,800 അതിന് മുകളിലേക്ക് പോയാൽ നമ്മളുടെ ചാനലിൻ്റെ ഏരിയ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. 23,000 എന്ന് നമുക്ക് റൗണ്ട് ചെയ്ത് ആ ഒരു റേഞ്ചിനെ വെക്കാവുന്നതാണ്. അപ്പോൾ 22,800 23,000 മാർക്കറ്റിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആവുന്നു. മാർക്കറ്റ് ഇനി ഒരു ട്രെൻഡ് റിവേഴ്സൽ എന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നവിടെയാണ്. തീർച്ചയായിട്ടും നമ്മളുടെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിൽ നിന്ന് മാർക്കറ്റിൻ്റെ സ്വഭാവങ്ങൾ മാറ്റം വരുമ്പോൾ നമ്മളുടെ വ്യൂവും മാറ്റം വരുത്തേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ ട്രെൻഡ് റിവേഴ്സൽ എന്ന രീതിയിലൊക്കെ ചിന്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും 23,500 എന്ന റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത 200 മൂവിങ് ആവറേജും ബ്രേക്ക് ചെയ്ത് നമ്മളുടെ ചാനലും ബ്രേക്ക് ചെയ്ത് മൊമെൻറ്റത്തിലൊക്കെ പോയാലേ ഉള്ളൂ നമുക്ക് ഇനി ഒരു പുതിയ എവർട്ടൈ ഹൈയിലേക്കൊക്കെ മാർക്കറ്റ് പോകുമോ എന്ന രീതി ചിന്തിക്കേണ്ടതുള്ളൂ. അപ്പോൾ 23,500 ഞാൻ പറയുന്നത്. 23,500 ബ്രേക്ക് ചെയ്ത് മൊമെൻറ്റത്തിൽ ഈ ഒരു റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത് പോകുകയാണ് എങ്കിൽ മാത്രം ചിന്തിച്ചാൽ മതി. അതല്ല, മാർക്കറ്റ് 22,800 അകത്ത് അല്ലെങ്കിൽ 23,000 മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ രീതിയിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഓൾറെഡി നല്ല രീതിയിൽ ഫോളോ ആയ മാർക്കറ്റാണ്. അതിനുശേഷം മാർക്കറ്റ് ഇനി അങ്ങ് ഭയങ്കരമായിട്ട് ഫോളോ ആവണമെങ്കിൽ തീർച്ചയായിട്ടും ന്യൂസ് സംബന്ധമായി മോശപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ചില യുദ്ധസമാനമായിട്ടോ അല്ലെങ്കിൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന അത്ര മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ശക്തമായി ക്രാഷ് ആവാം. പക്ഷേ നിലവിൽ അങ്ങനെയല്ല. നിലവിലുള്ള അവസ്ഥ തന്നെ തുടർന്ന് പോവുകയാണ്. ഇപ്പോൾ ട്രംപ് ഓൾറെഡി നമുക്ക് തലവേദനയുള്ള പല കാര്യങ്ങളും അവരുടെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട മാർക്കറ്റ് ഓൾറെഡി ഫോൾ ചെയ്തു. ഇനി പുള്ളി ഈ ഇടയ്ക്ക് പറയുന്ന പല കാര്യങ്ങളും അതൊരു പുതിയ കാര്യമല്ല എന്ന് മാർക്കറ്റിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനുശേഷവും ട്രംപ് പല നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ മാർക്കറ്റ്, അതുപോലെ തന്നെ US മാർക്കറ്റ് നല്ല രീതിയിൽ ഫോളോ ആയി. പക്ഷേ നമ്മുടെ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ കയറി. നമ്മൾ എപ്പോഴും എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു സർപ്രൈസ് ന്യൂസിനെയാണ് മാർക്കറ്റ് എപ്പോഴും എടുക്കുന്നതെന്നാണ് സത്യം. അതുകൊണ്ട് മാർക്കറ്റിൻ്റെ ന്യൂസ് സംബന്ധമായ കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട. ഇനി പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ മാർക്കറ്റ് ശക്തമായ ഫോളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ മാർക്കറ്റ് ഈ റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞ 22,800 23,000 എന്നീ റേഞ്ചുകൾക്ക് അകത്തേക്ക് നിന്നുകൊണ്ട് ചെറിയൊരു കൺസോൾട്ടേഷനോട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നമുക്കിവിടെ പ്രൈസ് ആക്ഷൻ വെച്ച് കാണുവാൻ സാധിക്കും. പക്ഷേ ഇതൊരു പഠനാവശ്യം എന്ന രീതിയിലായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. ഇങ്ങനെ തന്നെ സംഭവിക്കണം, ഇതിനനുസരിച്ച് വേണം നിങ്ങൾ ട്രേഡ് എടുക്കാൻ. ഇതൊന്നും കരുതാൻ പാടില്ല. ഇതൊരു പഠനാവശ്യം എന്ന രീതിയിലായിരിക്കണം ഇതിനെ കാണേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി മാർക്കറ്റ് നമുക്ക് താഴേക്ക് വന്നാലോ? തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മളുടെ പ്രധാനപ്പെട്ട റേഞ്ചായിട്ടുള്ള 22,000 എന്ന റേഞ്ച് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് അനുവർത്തിക്കുന്നുണ്ട് നമുക്കറിയാം. എങ്കിലും നമ്മളുടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സപ്പോർട്ട് എന്നത് 21,800 നമുക്കറിയാം. അപ്പോൾ 21,800 എന്നത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കാണുവാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു റേഞ്ചായിട്ട് ഇവിടെ കാണുന്നുണ്ട് അല്ലേ. നിരവധി തവണ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് കുറേ കാലഘട്ടത്തിൽ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട റേഞ്ചാണ് 21,800. അപ്പോൾ 21,800 എന്നത് വളരെ വലിയൊരു സപ്പോർട്ടായിട്ട് നമുക്കിവിടെ എടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കാണുവാൻ സാധിക്കും മാർക്കറ്റ് 21,800 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോങ്
ബെയറിഷ് രീതിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അതിനകത്ത് 21,800-നും മുകളിലേക്ക് പോയാൽ 22,800-നും അകത്ത് നിൽക്കുന്ന കാലത്തോളം മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ രീതിയിലേക്ക് തന്നെ, അല്ലെങ്കിൽ 23,000 നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം മുകളിലേക്ക് പോയാൽ, കൺസോൾട്ടേഷൻ രീതിയിലേക്ക് തന്നെ എന്നാണ് ഞാൻ കരുതുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടേക്ക് കാണുവാൻ സാധിക്കും, ഇവിടെ കുറേ നാൾ മാർക്കറ്റ് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തു അല്ലേ. നിങ്ങൾക്കിവിടെ ഈ ഒരു ഇതേ രീതിയിലുള്ള റേഞ്ച്, അതായത് നമ്മളിവിടെ സംസാരിച്ച അതേ റേഞ്ചാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നോക്കൂ, മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് യാത്ര ചെയ്ത ശേഷം ഒരു കൺസോൾട്ടേഷൻ രീതി തന്നെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ എന്താണ്, ഈ കൺസോൾട്ടേഷൻ എന്നത് ബുള്ളിഷ് വിത്ത് കൺസോൾട്ടേഷൻ ആയിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ എന്താണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്, അതൊരു ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷനുള്ള സാധ്യതയായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും, മാർക്കറ്റ് ടെക്നിക്കലി കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ വലിയ ഹയർ ഹൈസ് ഹയർ ലോസ്, ഹയർ ഹൈസ് ഹയർ ലോസ്. നമുക്കറിയാം ഒരു ബുൾ മാർക്കറ്റിൽ എപ്പോഴും എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്, ഹയർ ഹൈസ് ഹയർ ലോസ്, ഹയർ ഹൈസ് ഹയർ ലോസ്, ഹയർ ഹൈസ് ഹയർ ലോസ്, ഇങ്ങനെയാണ് മാർക്കറ്റ് കയറുന്നത് അല്ലേ. അത് എപ്പോഴാണൊരു ട്രെൻഡ് റിവേഴ്സ് ചെയ്യുന്നു എന്ന് നമുക്ക് കരുതാൻ സാധിക്കുന്നത്, എപ്പോഴാണോ ഹയർ ലോസിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതും ബ്രേക്ക് ചെയ്തോ നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ ഹയർ ഹൈസ് ഹയർ ലോസ് ഒക്കെ ഉണ്ടാക്കിയ ശേഷം ഹയർ ലോസിനെ ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഈ റേഞ്ചിൽ കാണുന്നുണ്ടോ, ഈ റേഞ്ചിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത ശേഷം മാർക്കറ്റ് അതിയായി താഴേക്ക് വരികയും ചെയ്തു. അപ്പോൾ മാർക്കറ്റിൻ്റെ ആ ഒരു ബുൾ രീതി ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന് ടെക്നിക്കലി നമുക്ക് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് ആ ഒരു ബെയറിഷ് രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ, ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന രീതിയിലാണോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും വാച്ച് ചെയ്യാം. മാർക്കറ്റ് ഇതല്ല, ഇവിടെ നിന്നും അതിശക്തമായി മുകളിലേക്കൊക്കെ കയറി പോകണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ല ന്യൂസുകൾ വേണം. നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നിലവിൽ നിലനിൽക്കുന്നില്ല. മാർക്കറ്റിനെ സർപ്രൈസ് ചെയ്യുന്ന അത്ര ബെറ്റർ ആയിട്ടുള്ള ന്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റ് എനിക്ക് തോന്നുന്നുള്ളൂ ഇനിയും എവർ ഹൈയിലേക്ക് പെട്ടെന്ന് കയറിപ്പോകുമെന്ന്. പെട്ടെന്ന് കയറിപ്പോകുന്ന കാര്യമാണ് സംസാരിക്കുന്നത്. സമയമെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഒരു കാലഘട്ടത്തിലേക്ക് എവിടേക്കോ പോകും, മുകളിലേക്കൊക്കെ പോകുക. എന്നാൽ തീർച്ചയായിട്ടും ഞാൻ കരുതുന്ന ഒരു 50,000 ഒക്കെ കടക്കാൻ വലിയ സംഭവമൊന്നുമല്ല നിഫ്റ്റി. ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള റേറ്റിംഗ് ഏജൻസി ആയാലും പലരും സംസാരിക്കുന്നത് തന്നെ നിഫ്റ്റി 1 lakh കടക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചിരിക്കുന്നു ഈ അടുത്ത സമയത്ത്. തീർച്ചയായിട്ടും അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന നിരവധി ഇതുപോലുള്ള ടെക്നിക്കലി കാര്യങ്ങൾ മാർക്കറ്റിനെ കാണുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും മാർക്കറ്റ് എപ്പോഴും മുകളിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. പിന്നെ യുദ്ധസമാനമായ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ മാർക്കറ്റ് അല്പം ഒന്ന് ക്രാഷ് ആവുമെന്നത് അത് സത്യം തന്നെയാണ്. ഇതൊരു അവസരമാക്കി എടുക്കുക എന്നതാണ് ശരിക്കും ചെയ്യേണ്ടത്. നമുക്കറിയാം, ഞാൻ നേരത്തെ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളതാണ്, മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് കയറുമ്പോൾ ആരും അധികം വലിയ ന്യൂസ് കൊടുക്കാറില്ല. ഓക്കെ, അതായത് വളരെ വലിയ യാത്രകൾ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് നമുക്ക് മാർക്കറ്റ് നൽകി. പക്ഷെ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ സംഭവമായി ഇത്ര ലക്ഷം കോടി മാർക്കറ്റിൽ നിന്ന് വൈപ്പൗട്ടായേ എന്ന രീതിയിൽ കരയുന്ന ആളുകളെയാണ് നമുക്ക് കാണുന്നത്. അത് യൂട്യൂബ് ചാനലുകളായിക്കോട്ടെ, നമ്മുടെ പ്രധാനപ്പെട്ട മീഡിയാസ് ആയിക്കോട്ടെ. ഇതാണ് ഇവിടുത്തെ ഒരു വിഷയം. അതായത് കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ പാനിക്കാക്കുന്ന രീതിയിലുള്ള ന്യൂസുകളാണ് കൂടുതൽ ആളുകളും കൊടുക്കുന്നത്. മാർക്കറ്റിൽ അനിവാര്യമായിട്ടുള്ള കറക്ഷൻ തന്നെയാണ് നടക്കുന്നത്, അല്ല ഒരു വലിയ സംഭവമായിട്ടൊന്നും കണ്ട കാര്യമില്ല. ഇനി നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്കിനി ലോങ് ടൈം, അതായത് കോവിഡ് കാലഘട്ടത്തിലുള്ള ട്രെൻഡ് ലൈൻ വെച്ചുള്ള ഒരു ലൈൻ വരച്ചു നോക്കാം. കഴിഞ്ഞ ആഴ്ച നിങ്ങളേത് കാണിച്ചതാണ് എങ്കിലും ഒന്നുകൂടി ഞാൻ കാണിക്കാം. നോക്കൂ, ഈ ഒരു റേഞ്ചൊക്കെ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ വരച്ചു. നമുക്ക് നോക്കാം നമ്മളുടെ ലൈനൊക്കെ വളരെ കറക്റ്റാണോ എന്ന് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാം. ഓക്കെ അല്ലേ ഇവിടെ? അതുപോലെ തന്നെ ഇവിടെ ഓക്കെ അല്ലേ? വളരെ കറക്റ്റാണ്. ഇനി നേരെ നമുക്ക് വരുമ്പോൾ ഈ ഒരു റേഞ്ചിൽ വെച്ച് തന്നെ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ചെയ്ത സമയത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയായാലും കഴിഞ്ഞ അങ്ങേ ആഴ്ചയിലെ വീഡിയോയിലും നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്, ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് മാർക്കറ്റ് നല്ലൊരു ഫോളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അത് തന്നെ സംഭവിച്ചു. ഇനി മാർക്കറ്റ് റീട്രേസ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരാനുള്ള സാധ്യതകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 22,800 എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട റേഞ്ചാണെന്ന് പറഞ്ഞു. പക്ഷേ ഇനി അതിനെ ബ്രേക്ക് ചെയ്ത് ഒന്ന് മുകളിലേക്ക് നീങ്ങിയാൽ തന്നെയും നമ്മുടെ പ്രധാനപ്പെട്ട ഈ ഒരു ലോങ് ടൈമിലുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കായിരിക്കും മാർക്കറ്റ് റീട്രേസ് എന്ന രീതിയിൽ വരുന്നത്. എവിടെയാണത്? 23,000 ആണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല 22,800 മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. അത് ഇപ്പോൾ തന്നെ ഫില്ല് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഓൾറെഡി മാർക്കറ്റ് അതിനടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവിടേക്ക് വന്നു 22,800 എന്ന റേഞ്ചിലുള്ള ആ ഒരു ഗ്യാപ്പ് ഫില്ല് കൂടി നടത്തി മാർക്കറ്റ് നിൽക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് പെട്ടെന്ന് പോയൊരു കാര്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയിട്ട് വീക്ക്ലി ചാർട്ട് എടുക്കുകയാണ്. വീക്ക്ലി ചാർട്ടിലേക്ക് വരുമ്പോൾ നോക്കൂ, മാർക്കറ്റ് ഒരു ചെറിയ റീട്രേസിനുള്ള ക്യാൻഡിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ചെറിയൊരു സ്ലൈറ്റ്ലി ബുള്ളിഷ് ഇവിടെ വന്നിട്ടുണ്ട്. മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വന്നതായിരുന്നു. അതിനുശേഷം ഒരു ചെറിയ ബുള്ളിഷിലേക്ക് നീങ്ങുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇനി ബുള്ളിഷിലേക്ക് വന്നു കഴിഞ്ഞാലും 22,800 എന്ന റേഞ്ചും 23,000 പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ 22,000
21,800 അതിൽ വലിയ സംഭവമായിട്ട് കരുതേണ്ട കാര്യമില്ല, പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്നത്. ഇനി നമ്മൾ മന്ത്ലി രീതിയിലേക്കൊന്ന് നോക്കാം. നമുക്ക് മാർക്കറ്റിനെ മന്ത്ലി രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എന്താണ്? നോക്കൂ, തുടർച്ചയായിട്ട്, അതായത് 1996 കാലഘട്ടത്തിന് ശേഷമുള്ള തുടർച്ചയായിട്ടുള്ള സെല്ലിംഗ്, അതായത് 1, 2, 3, 4, 5 മാസവും മാർക്കറ്റ് റെഡിൽ ക്ലോസ് ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇത്രയും 5 മാസവും മാർക്കറ്റ് റെഡിൽ ക്ലോസ് ചെയ്യുന്ന രീതിയായിരുന്നു. തീർച്ചയായിട്ടും മാർച്ച് അല്പം പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പോസിറ്റീവ് ക്ലോസ് ചെയ്യുന്നാൽ ഒരു കൺസോൾട്ടേഷൻ നിന്നുകൊണ്ടുള്ള പോസിറ്റീവിനുള്ള സാധ്യതയാണ് മാർക്കറ്റ് നിലവിൽ കാണുന്നത്. കാരണം പ്രത്യേകിച്ച് പോസിറ്റീവ് ന്യൂസുകളൊന്നുമില്ല നമ്മുടെ മാർക്കറ്റിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ നിന്ന് പോകുമെന്നാണ് കരുതുന്നത്. തീർച്ചയായിട്ടും നമുക്കത് പ്രതീക്ഷിക്കാം. നമ്മുടെ ആ ഒരു ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നോക്കൂ, 23,000 എന്നത് ഇവിടെ പ്രധാനപ്പെട്ട റേഞ്ചായിട്ട് നിൽക്കുന്നു. 21,800, 23,000 എന്നത് പ്രധാനപ്പെട്ട റേഞ്ചായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് കരുതാം. കാരണം നമ്മുടെ പോർട്ട്ഫോളിയോ ഒക്കെ അല്പം അത്ര നാളെങ്കിലും ഒന്ന് ഗ്രീനായിട്ട് കാണാൻ സാധിക്കുമല്ലോ. ഗ്രീനായിട്ട് കണ്ടില്ല എങ്കിലും വലിയ റെഡിലേക്ക് പോകില്ല എന്ന രീതിയിലെങ്കിലും ഒന്ന് കാണുവാൻ സാധിക്കുമല്ലോ എന്ന് കരുതാം. അപ്പോൾ മാർച്ച് കുഴപ്പമില്ലാതെ നിൽക്കുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിലെ കേസിലേക്ക് പോകാം. ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് പോയി കഴിയുമ്പോൾ അതിരസകരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കും. നോക്കൂ, ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിലേക്ക് പോകുമ്പോൾ പല ആളുകളും എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു, ബാങ്ക് നിഫ്റ്റിയിൽ എന്തിനാണ് താങ്കൾ ഇത്രയും വലിയൊരു റേഞ്ച് എടുക്കുന്നത് എന്ന് ചോദിച്ചു. എന്തിനാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇത്രയും വലിയ റേഞ്ച് എടുക്കുന്നത്? നമ്മൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇത്രയും വലിയ റേഞ്ച് എടുക്കാനുള്ള കാരണം ഇത് മന്ത്ലിയാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയർ മന്ത്ലി ആണല്ലേ. മന്ത്ലി എടുക്കുമ്പോൾ നമ്മളൊരു വൈഡ് റേഞ്ച് തന്നെ എടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ നമുക്കിവിടെ വ്യക്തമായി കാണാൻ സാധിക്കും. പ്രധാനപ്പെട്ട പ്രൈസ് സോൺ മുകളിലേക്ക് നോക്കിയാൽ ഇതാണെന്ന് പറഞ്ഞിരുന്നു. അത് നമ്മൾ എല്ലാ ആഴ്ചയിലും ഇതുപോലെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് എന്ന പ്രൈസ് സോൺ, സപ്പോർട്ട് എന്ന പ്രൈസ് സോൺ ഇവിടെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നോക്കൂ, എത്ര മനോഹരമായിട്ടാണത് മുന്നോട്ട് പോകുന്നതെന്ന് നോക്കൂ. നിങ്ങൾക്കറിയാൻ സാധിക്കും, കഴിഞ്ഞ ആഴ്ച നമ്മൾ വരച്ചത് ഈ ആഴ്ച നമ്മൾ വരച്ചതെന്നുള്ള ഭാഗങ്ങൾ അവിടെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ അവിടെ കിടപ്പുണ്ട്. നോക്കൂ, മുകളിലേക്ക് പോയി ഇവിടം ബ്രേക്ക് ചെയ്ത ശേഷം മാർക്കറ്റ് ഇതേ പ്രൈസ് സോണിൽ സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും ഇതേ പ്രൈസ് സോൺ സപ്പോർട്ട് എടുക്കുന്നു, മുകളിലേക്ക് പോയി അതേ പ്രൈസ് സോണിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വന്ന് വീണ്ടും സപ്പോർട്ട് എടുക്കുന്നു. അതായത് ഈ ഒരു റേഞ്ചിനകത്ത് നിൽക്കുന്ന മാർക്കറ്റിനെയാണ് നമുക്ക് കാണുന്നത്. നമ്മൾ പലപ്പോഴും പറഞ്ഞത് ഈ രണ്ട് പ്രൈസ് സോൺ എവിടെയാണോ ബ്രേക്ക് ചെയ്യുന്നത് മാർക്കറ്റ് അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാവുന്ന രീതിയിലാണ് ഞാൻ കരുതുന്നത് എന്നാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. മാർക്കറ്റ് നോക്കൂ, നിലവിൽ നമ്മുടെ പ്രൈസ് സോണിൽ കഴിഞ്ഞ ആഴ്ച വന്നു, സപ്പോർട്ട് എടുത്തു, അതിനുശേഷം കൺസോൾട്ടേറ്റ് ചെയ്യുന്നു അവിടെ. അതായത് നേരത്തെ ഞാൻ എന്താണ് നിങ്ങളോട് പറഞ്ഞിരുന്നത്, ബാങ്ക് നിഫ്റ്റിയിൽ ഈ റേഞ്ചിൽ, അതായത് കഴിഞ്ഞ ആഴ്ചയിലെ കാര്യമാണ്, ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ഭാഗത്ത് നിന്നും മുകളിലേക്ക് സപ്പോർട്ട് എടുത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്നു, നിഫ്റ്റിയിൽ ഇവിടെ ഒരു റീട്രേസിനുള്ള സാധ്യത, അതായത് നന്നായി തകർന്ന് താഴേക്ക് വീണ നിഫ്റ്റിയിൽ ഒരു റീട്രേസിനുള്ള സാധ്യത കൂടുമെന്ന് പറഞ്ഞു അല്ലേ. അത് തന്നെയല്ലേ ഇവിടെ നടന്നത്. താഴെ നിന്ന് മുകളിലേക്ക് ഒരു ബൈങ് ബാങ്ക് നിഫ്റ്റി കണ്ടു. അതിൻ്റെ ഫലമായിട്ട് നിഫ്റ്റിയിലും ആ ഒരു റീട്രേസിനുള്ള സാധ്യത വളരെ കൂടുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നിലവിൽ ഈ റേഞ്ചിനകത്ത് കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. നിഫ്റ്റി ആയിക്കോട്ടെ, ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, അതിൻ്റെ പ്രധാനപ്പെട്ട പ്രൈസ് സോൺ എന്നത് മുകളിലും താഴെയും വ്യക്തമായിട്ട് നിങ്ങൾക്കിവിടെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മാർക്ക് ചെയ്യുക. ഇതിന് താഴേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്ര രസകരമായിട്ടുള്ള അവസ്ഥയായിരിക്കത്തില്ല ബാങ്ക് നിഫ്റ്റി ആയാലും നിഫ്റ്റി ആയാലും. അപ്പോൾ ഇതിന് മുകളിലേക്കൊക്കെ പോവുക എന്നാൽ അതിനനുസരിച്ചുള്ള ന്യൂസ് സംബന്ധമായ കാര്യങ്ങളൊന്നുമില്ല നമുക്ക്. ഇവിടെയും ഞാനൊരു ട്രെൻഡ് ലൈനൊക്കെ വരച്ചിട്ടുണ്ട്. അത് നമുക്ക് തൽക്കാലം ഇപ്പോൾ പറയണ്ട എന്ന് കരുതിയാണ് ഞാനത് കാണിക്കാൻ, എങ്കിലും അതുകൂടി കാണിച്ചേക്കാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചായാലും നോക്കൂ, ഒരു ലോങ് ടൈം ഫ്രെയിമിൽ ഇവിടെ കാര്യങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു പ്രൈസ് സോണിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അതിന് മുകളിലോട്ട് പോയാലേ ഉള്ളൂ ബാങ്ക് നിഫ്റ്റിയും ഗംഭീരമായിട്ടുള്ള റാലിയൊക്കെ മുകളിലോട്ട് നടത്തുമെന്ന് നമുക്ക് കരുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ രീതി തന്നെ മാർക്കറ്റ് അനുവർത്തിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഞാൻ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. ഇന്ത്യ വിക്സിൻ്റെ കേസിലേക്ക് വന്ന ഇന്ത്യ വിക്സിൽ ഒരു ക്രാഷ് കണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അത് നമ്മുടെ മാർക്കറ്റിൽ ആ ഒരു ചെറിയ മുന്നേറ്റം ഇനിയും കുറച്ച് ദിവസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി USD INRലേക്ക് വന്നാലോ, USD INR നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. USD INR വളരെ മുകളിലേക്കൊക്കെ പോയായിരുന്നു. US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസ് വളരെ മുകളിൽ പോയി അല്ലേ. അതിനുശേഷം മാർക്കറ്റിൽ അല്പം ആശ്വാസം നമ്മുടെ ഇന്ത്യൻ റുപ്പീസിന് നൽകിക്കൊണ്ട് തന്നെയാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. കാരണം ഇത് പറയാൻ കാരണം ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങളെ കാണിക്കാം. ഇവിടെ ഡോളർ ഇൻഡെക്സ് ഉണ്ട്. ഇപ്പോൾ ഡോളർ ഇൻഡെക്സ് ഒക്കെ വളരെ താഴേക്ക് വന്നിരിക്കുന്നു. നോക്കൂ, ഡോളർ ഇൻഡെക്സ് കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിൽ താഴേക്ക് വന്നിരിക്കുന്നു. ഇത് നമ്മളുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് അത് പോസിറ്റീവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത് US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസിൻ്റെ ഒരു സ്ട്രെങ്ത് അല്പം അനുഗ്രഹമായിട്ട് നിൽക്കുന്നു എന്ന് നമുക്കിവിടെ സംസാരിക്കാൻ കാരണം. തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എടുക്കാം. ഇനി നമുക്ക് നേരെ എങ്ങോട്ട് പോകാം? നേരെ നമുക്ക് ഓപ്പൺ ട്രസ്റ്റിലേക്ക് പോകാം. ഓപ്പൺ ട്രസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നോക്കൂ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. PCR 1.1 ആണ്. അതുപോലെ തന്നെ അറ്റ് ദ മണിയിൽ 0.95 ആണ്. ഒരു സ്ലൈറ്റ്ലി ബുള്ളിഷ് രീതി തന്നെയാണ് മാർക്കറ്റിൽ നിൽക്കുന്നത്. വലിയൊരു ബെയറിഷിൽ നിന്ന് നമ്മൾ അല്പം രക്ഷപ്പെട്ടതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ സപ്പോർട്ട് എടുക്കൂ, 22,500 എന്നൊരു പ്രധാനപ്പെട്ട സപ്പോർട്ടാകാനുള്ള ശ്രമം നടത്തുകയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ
22,300 22,400 നല്ല സപ്പോർട്ടായിട്ട് വരുവാനുള്ള സാധ്യത കൂടുന്നതായിട്ടും കാണാൻ സാധിക്കും. ഇനി റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 22,800 23,000 തന്നെയാണ് ഇവിടെ കാണുന്നത്. എന്തുകൊണ്ടാണത്? നമ്മൾ നേരത്തെ സംസാരിച്ച പ്രൈസ് ആക്ഷൻ വെച്ച് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ? അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും 22,800 23,000 റെസിസ്റ്റൻസ് ആവുമെന്ന് കരുതുന്നത്. അത് പ്രത്യേകം ഓർക്കുക. നമ്മളിനി മാർക്കറ്റിൽ നമ്മളുടെ FISൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാഷ് മാർക്കറ്റ് ആദ്യം എടുക്കാം. ക്യാഷ് മാർക്കറ്റിൽ അവർ പ്രത്യേകിച്ച് സർപ്രൈസ് ഒന്നുമില്ല, നല്ല സെല്ലിങ്ങിലേക്ക് പോവുകയാണ്. എന്നാണോ ഇവർ ശക്തമായി ബൈങ്ങിലേക്ക് വരുന്നത് അന്ന് മാത്രമേ നമ്മളുടെ മാർക്കറ്റ് മുകളിലേക്ക് പോകും. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രൈസ് സോണൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എത്ര നാൾ ഈ DIs ഇങ്ങനെ ബൈ ചെയ്ത് നിൽക്കും എന്നൊരു ഘടകമാണ്. അവരുടെ ബൈങ് അല്പം കുറഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ നല്ലൊരു ക്രാഷിന് സാധ്യതയുണ്ട്. പക്ഷേ നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യുന്നത് ഈ DIs ആണ്. അതുകൊണ്ട് മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നേരെ നമുക്ക് സമ്മറിയിലേക്ക് വരാം. സമ്മറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ FISൻ്റെ സമ്മറി ഡേറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഓപ്ഷനിലുള്ള നമ്മുടെ സമ്മറിയാണ് നമ്മൾ നോക്കുന്നത്. കാൾ ഓപ്ഷൻ അവർ ബൈ ചെയ്തേക്കുന്നത് 1.83 ആണ്. അപ്പോൾ അത് ബുള്ളിഷ് ആണല്ലേ? ഇവിടെ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പുട്ട് ഓപ്ഷൻ അവർ ബൈ ചെയ്തിരിക്കുന്നത് എന്താണ്? 3.17 ലാഖാണ്. അപ്പോൾ ഇത് ഒരു 2 ലാഖ് 3 ലാഖ് ഒരു വലിയ ഡിഫറൻറ്റ് വരുന്നില്ല. ശരിക്കും ബെയറിഷ് എന്ന രീതിയാണ് ഇവിടെ കാണിച്ചെങ്കിലും ഒരു ടൈറ്റ് റേഞ്ചാണ്, ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് FIS ഓപ്ഷനിൽ നിലവിൽ ചെയ്തു വെച്ചേക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളിതൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഇവിടേക്ക് വന്ന കോൾ ഓപ്ഷൻ ബൈ ചെയ്തേക്കുന്നത് 1 ലാഖാണ്. പ്രോസിൻ്റെ കേസിലേക്ക് വന്ന കോൾ ഓപ്ഷൻ ബൈ ചെയ്തേക്കുന്നത് 1 ലാഖാണ്. നമുക്ക് പുട്ട് ഓപ്ഷൻ, അതായത് കോൾ ബൈ എന്ന് വെച്ചാൽ അത് ബുള്ളിഷാണ്. പക്ഷേ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നത് 10,000 സംതിങ് മാത്രമാണ്. നിലവിൽ പ്രോസ് ഒരു സ്ലൈറ്റ്ലി ബുള്ളിഷ് എന്ന് പറയേണ്ട നമുക്കൊരു ടൈറ്റ് റേഞ്ചിലേക്ക് അവരും വന്നിരിക്കുന്നു. അപ്പോൾ വലിയൊരു ബെയറിഷിൽ നിന്ന് മാർക്കറ്റ് അല്പം രക്ഷപ്പെട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ക്ലയൻറ്റിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലയൻറ്റ് കോൾ സെല് ചെയ്തേക്കുന്നത് 3 ലാഖിനാണ്. അതായത് ബെയറിഷ് എന്ന രീതിയിൽ പുട്ട് സെല് ചെയ്തിരിക്കുന്നത് 3 ലാഖ്. അതും ശരിക്കും ഇവിടേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ക്ലയൻറ്റും ഒരു ടൈറ്റ് റേഞ്ചിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. മൊത്തത്തിൽ ഒരു ടൈറ്റ് റേഞ്ച് എന്നാൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. പ്രത്യേകം ഓർക്കുക, ന്യൂസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറി മറിയാം. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിലവിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് തന്നെ പോവുകയാണ് എങ്കിൽ ഒരു കൺസോൾട്ടേഷൻ രീതി തന്നെ മാർക്കറ്റിൽ വരുവാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. നമ്മളിനി ഫ്യൂച്ചറിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കുക, ഫ്യൂച്ചറിൽ നല്ല രീതിയിലുള്ള സെല്ലിങ് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ഒരു ബുള്ളിഷിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല ശരിക്കും എന്നാണ് സത്യം. നമുക്ക് ഫ്യൂച്ചറിൻ്റെ ഡേറ്റ എടുക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. നോക്കൂ, ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടെങ്കിലും ആ ഒരു നിലവിലുള്ള സെല്ലിംഗ് രീതി അല്ലെങ്കിൽ നിലവിലുള്ള അവസ്ഥ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന രീതിയിലാണ് FISൻ്റെ ഫ്യൂച്ചറിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നിലവിൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോയി എന്ന് കരുതരുത്, എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് തന്നെയാണ് പോയിട്ടുള്ളത്. മാർക്കറ്റിനെ ഇതിനനുസരിച്ച് വേണം നിങ്ങൾ സമീപിക്കേണ്ടത്. അഗ്രസീവായിട്ടൊക്കെ കയറി വെറുതെ പൈസ കളയാതിരിക്കുക. അതുപോലെ തന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് മലയാളത്തിൽ ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ, അതായത് ഞാൻ സ്ഥിരം പറയുന്ന രീതി കടമെടുത്തു കഴിഞ്ഞാൽ അവർ കൊച്ചുകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഞങ്ങളുടെ കോഴ്സിൽ പറഞ്ഞു തരുന്നത്. അതായത് റെക്കോർഡഡ് വീഡിയോ ആണ്. ഇതൊരു 24 വീഡിയോകളും ഉണ്ട്. അത് നിങ്ങൾക്കൊരു വീഡിയോ എന്നത് 45 മിനിറ്റ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിത് സമയമനുസരിച്ചിരുന്ന് കാണാം. സമയ ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ലൈഫ് ലോങ് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് എന്തായാലും അടുത്ത ശനിയാഴ്ച രാവിലെ കാണാം മാർക്കറ്റിൻ്റെ കണ്ടീഷനെ കുറിച്ചും, അതായത് കഴിഞ്ഞ ആഴ്ചയുള്ള മാർക്കറ്റിൻ്റെ കണ്ടീഷൻ, ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്നവ നമ്മൾ പ്രൈസ് ആക്ഷൻ വെച്ച് ഡേറ്റകൾ വെച്ചാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ആണ്. ഇതൊരിക്കലും നിങ്ങൾ ഇന്ന സ്റ്റോക്ക് എടുക്കൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത്. പ്രത്യേകം ഓർക്കുക, ഇതൊരു പഠന ആവശ്യത്തിനുള്ള വീഡിയോ ആണെന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ വരുന്ന ആഴ്ച എല്ലാവർക്കും നല്ലൊരാഴ്ചയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.